കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന് മുൻവശത്തെ സർവീസ് റോഡിലെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ അപകട ഭീഷണിയുയർത്തുന്നു. ഷെൽട്ടറിന്റെ മുൻഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ബസ് ബേ ഒരുക്കാത്തതുമൂലം ബസ്സുകൾക്ക് റോഡിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ രംഗത്തെത്തി. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്താണ്. എൻ്റെ പിറകിലായി കാണുന്നത് കോളേജിൻ്റെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന ബസ് വെയിറ്റിംഗ് ഷെൽട്ടറാണ്. ദേശീയപാത നിർമ്മാണത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ ഇവിടെ നിർമ്മിച്ചത്. കാഴ്ചയിൽ സാധാരണ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ എന്ന് തോന്നാമെങ്കിലും ഈ ഷെൽട്ടർ കാരണം ഈ സ്വകാര്യ ബസ്സുകൾ വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബസ് ബേ ഇല്ല എന്നതാണ്. ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത് റോഡിൽ നിന്നാണ്, അതായത് ഈ സർവീസ് റോഡിൽ നിന്നാണ് ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത്. അതുമൂലം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് വൈകുന്നേരങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ ഉണ്ടാകുന്നത്. ദേശീയപാത തലപ്പാടി ചെങ്കള റീച്ചിലെ സർവീസ് റോഡിലെ ഫുട്പാത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ബസ് വെയിറ്റിംഗ് ഷെൽട്ടറുകൾ സ്വകാര്യ ബസ്സുകൾക്ക് ദുരിതമാകുകയാണ്. 2 പോസ്റ്റുള്ള റെഡിമെയ്ഡ് ബസ് ഷെൽട്ടറുകൾ സ്ഥാപിച്ചതിൻ്റെ മുൻഭാഗം പലയിടങ്ങളിലും റോഡിലേക്ക് തള്ളി നിൽക്കുന്നു. ബസ് ബേ ഇല്ലാത്തത് കാരണം ബസ്സുകൾ സർവീസ് റോഡിൽ നിന്നും ആളെ ഇറക്കുവാനും കയറ്റുവാനും നിർത്തേണ്ടതായി വരുന്നു. 2 ഹെവി വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നുപോകുവാൻ മാത്രം വീതിയുള്ള സർവീസ് റോഡിൽ ബസ്സുകൾ നിർത്തുമ്പോൾ പരമാവധി അരികു ചേർത്ത് നിർത്തേണ്ടി വരുന്നു. അങ്ങനെ നിർത്തിയ പല ബസ്സുകളുടെയും മുകൾ ഭാഗം റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഷെൽട്ടറുകളിൽ തട്ടുകയും ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിന് മുൻവശത്തെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറാണ് ഇതിൽ സ്വകാര്യ ബസ്സുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ഇവിടെ നിന്ന് ബസ്സുകളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ബസ് ബേ ഇല്ലാത്തതിനാൽ സർവീസ് റോഡിൽ ബസ്സുകൾ നിർത്തുന്നത് ഗതാഗത കുരുക്കിനും അപകട സാധ്യതയ്ക്കും കാരണമാകുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലും മുൻ ജില്ലാ കളക്ടർ മുമ്പാകെയും ബസ്സുടമകൾ പരാതിപ്പെടുകയും ജില്ലാ കളക്ടർ അപാകത പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. എന്നാൽ കരാറുകാർ ഷെൽട്ടറിനടുത്തേക്ക് ബസ്സുകൾ എത്താതിരിക്കുവാൻ ഷെൽട്ടറിന്റെ മുൻവശത്ത് റോഡിൽ ഒരു ബാരൽ തടസ്സമായി സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത്. ഇതുമൂലം ബസ്സുകൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത്. ഫുട്പാത്തിൽ നിന്നും സർവീസ് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഷെൽട്ടറുകൾ ഫുട്പാത്തിന്റെ അകത്തായി വരത്തക്കവണ്ണം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയതായി ഭാരവാഹികൾ KCN ന്യൂസിനോട് പറഞ്ഞു. ആ സർവീസ് റോഡ് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പുകളിൽ ബാരൽ, അതായത് ഒരു ഡ്രം വെച്ചിരിക്കുകയാണ്. എല്ലാ ബസ് സ്റ്റോപ്പുകൾ വീതി കുറഞ്ഞ സർവീസ് റോഡിൽ 2 വേ ആക്കി കൊടുത്ത ശേഷം ഷെൽട്ടർ നിർമ്മിച്ച് ഷെൽട്ടർ ഒരേ അളവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 തൂണുകളിലൂടെ വെച്ചിട്ടുള്ള ഈ ഷെൽട്ടറിൽ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ ഷെൽട്ടറിന് മുമ്പിലും ഒരു ഡ്രം വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ് വെച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ബസ്സുകാർക്കറിയാം. കഴിഞ്ഞ ദിവസം വിദ്യാനഗറിൽ ഒരു ബസ് ഈ ഷെൽട്ടറിന് തട്ടിയപ്പോൾ ഊരാടങ്കൽ പോലീസിൽ പരാതി കൊടുത്ത് 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടി ബസ് ഉടമയുടെ പേരിൽ കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ അപ്പോൾ തന്നെ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഡ്രം വെക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായും നടപടിയെടുത്തില്ല. ബസ് സൈഡ് അടുപ്പിക്കാൻ പറ്റാത്ത നടു റോഡിൽ നിർത്തിയിടേണ്ടി വരുന്നത്. അങ്ങനെ നിർത്തിയിടുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. വണ്ടി സൈഡ് അടുപ്പിക്കണമെങ്കിൽ ഈ ബാരൽ മാറണം. ആൾക്കാർ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് ബസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ബാരൽ വെച്ചിട്ടുള്ളത്? അത് ഒരു സ്ഥലത്തല്ല, തലപ്പാടി മുതൽ ചെറുങ്കള വരെയുള്ള എല്ലാ ഷെൽട്ടറുകളിലും ഇങ്ങനെ ഒരു ഡ്രം അവിടെ വെച്ച് കിടക്കുന്നുണ്ട്. ഇതുകൊണ്ട് നഗരത്തിൽ ബസ് സർവീസ് നടത്താൻ പറ്റുന്നില്ല, റോഡിലൂടെ ബസ് സർവീസ് നടത്താൻ പറ്റുന്നില്ല. ഫുള്ള് ബ്ലോക്കാണ്. ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുമ്പോൾ സർക്കാരിൻ്റെ ഊരാടങ്ങൾ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഡ്രമ്മിലൂടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് സർവീസ് നടത്താൻ വളരെ പ്രയാസമാണെന്ന് കഴിഞ്ഞ ദിവസം കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ നടപടിയും ഇതുവരെയായി എടുത്തില്ല. അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നതെന്നും
ഇത് സ്വകാര്യ ബസ്സുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ബസ് തൊഴിലാളികളുടെയും ബസ് ഉടമകളുടെയും ആവശ്യം. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.